ഹായ് അസ്സലാമു അലൈക്കും. സുലാസ് ടേസ്റ്റി വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രസം കപ്സ് ഉണ്ടാക്കിയാലോ? കപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 3/4 കിലോ ചിക്കൻ എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കപ്സ മസാല, 1 സ്പൂണ് സുർക്കയും കൂടി വെച്ചിട്ട് നന്നാക്കി മിക്സാക്കി കൊടുക്കുക കേട്ടോ. അതിനൊപ്പം തന്നെ കുറച്ച് കരിവേപ്പിൻ്റെലയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിന്ന് കപ്സ് ഉണ്ടാക്കുന്നത് മന്തിൻ്റെ അരിയിലോ നെയ്ച്ചോറിൻ്റെ അരിയിലോ ഒന്നും അല്ല കേട്ടോ. ഞാൻ മൂടരിയിലാണ്. നല്ല വെള്ളക്കുറവ് അരിയില്ലേ, പിടിയെന്ന് വാങ്ങണേ അതിൻ്റെ അരിയിലാട്ടോ. ആ അരി വെച്ചിട്ടാണ് ഞാൻ കപ്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചൂടായതിൻ്റെ ശേഷം ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് 4-5 കഷ്ണം പട്ടയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് 2 വെല്ലുള്ളി ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കുറച്ച് ഒന്ന് താളി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. അതിന് ശേഷം 2 കൈ തക്കാളിയും കൂടി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തക്കാളിയും വെല്ലുള്ളിയൊക്കെ ഒന്ന് താളി വന്നതിന് ശേഷം അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുത്തിട്ട് ലേശം കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. നേരത്തെ മിക്സാക്കി വെച്ച് ചിക്കനും കൂടി ഇട്ട് കൊടുത്ത് നന്നാക്കി ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഞാനൊരു മേഗി കട്ടയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത് നന്നാക്കി ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ തളിച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇത് കപ്സ ഉണ്ടാക്കുന്ന മൂടരി കൊണ്ടായതിനെ കൊണ്ട് 1/2 പാത്രം അരിക്ക് 1/4 പാത്രം വെള്ളമാണ് കേട്ടോ ഞാനെടുത്തത്. അപ്പോൾ മന്തിൻ്റെ അരിയോ നെയ്ച്ചോറിൻ്റെ അരിയോ ആണെങ്കിൽ ഇത്ര വെള്ളം എടുക്കണ്ട കേട്ടോ. 1/2 പാത്രത്തിന് 1 പാത്രം വെള്ളം എടുത്താൽ മതി. അപ്പോൾ അത് കുക്കറിലതിനെ കൊണ്ടാണ് കേട്ടോ ഞാൻ 1/4 പാത്രം വെള്ളം എടുത്തത്. അടുപ്പത്താണെങ്കിൽ ഇതിലും കൂടുതൽ വേണം കേട്ടോ. നല്ല വേവുള്ള അരിയാണല്ലോ. അടുപ്പത്തുനിന്ന് കുക്കറിലല്ലാതെ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി അധികം വെള്ളം ഒഴിച്ച് കൊടുക്കണേ. അപ്പോൾ അതാ ഒരു 5 വിസിലടിച്ചതിന് ശേഷം നമ്മളെ കപ്സ വട റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ മൂടിയൊക്കെ തുറന്നൊന്ന് ഇളക്കി നോക്കാം. അപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അതൊന്ന്. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.